إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മളെ, നമ്മുടെ കുടുംബത്തെ, ഉമ്മത്തിനെ, നമുക്ക് അന്നം തരുന്ന രാജ്യങ്ങളെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കാണാൻ, അവരുടെ കൂടെ ഇരിക്കാൻ, അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ, അവരോടൊന്നിച്ച് താമസിക്കാൻ, യാത്ര ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ എണ്ണുന്നതൊക്കെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളാണ്. അതൊന്നും പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട സംഗതികളുമല്ല. ഈ ജീവിതത്തിന്റെ നമ്മുടെ അടയാളങ്ങളാണ് അതെല്ലാം. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹബീബായ റസൂലിനെ നമ്മളാരും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കൊതിയില്ലാത്ത, അവിടുത്തെ തലോടൽ കിട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ലോകത്തുണ്ടാകില്ല. കാരണം നമ്മുടെ കണ്ണിലും നമ്മുടെ മനസ്സിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അല്ലാഹുവേ, നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുവേ
ഹബീബായ റസൂലിന്റെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ സഹവാസം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആമീൻ പറയാത്ത മുസ്ലിം ഉണ്ടാവോ? ഇല്ലല്ലോ. കാരണം അത് നമ്മുടെ ഈമാനിന്റെ അടയാളമാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യമായി കാണുന്നത് ഈ അവസ്ഥയാണ്. ഈ സൗഭാഗ്യം ലഭിക്കാൻ ഹബീബായ റസൂലിനെ കൂടുതൽ അറിയണമെന്നും പിൻപറ്റണമെന്നുമാണല്ലോ കഴിഞ്ഞ ചില ഖുത്ബകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇന്ന് സൂറത്ത് അഹ്സാബിലെ നമുക്ക് സുപരിചിതമായ 6-ാമത്തെ വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ഈ റസൂല് നമുക്കാരാ? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഒരു മുഅ്മിനിന് അവന്റെ സ്വന്തത്തെക്കാൾ അടുത്തവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രിയ പത്നിമാർ നമ്മളുടെ മാതാക്കളാണ്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത് നമ്മേക്കാൾ എന്നാണ്. നമ്മേക്കാൾ, നമ്മുടെ ജീവനേക്കാൾ റസൂലിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാ, വിലപ്പെട്ടത് ഏതാ? നമുക്ക് നമ്മുടെ ജീവനല്ലേ, നമ്മുടെ ശരീരല്ലേ. എന്നാൽ ആ ശരീരത്തെക്കാളും കൂടുതൽ നമുക്ക് സമീപസ്ഥനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രിയപത്നിമാർ നമ്മുടെ മാതാക്കളാണ്. അങ്ങനെയുള്ള നമ്മുടെ ഉമ്മമാരുടെ, ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, നമ്മുടെ ഉമ്മമാരുടെ പേര് നമ്മിൽ എത്ര പേർക്ക് അറിയും? ശാന്തായിട്ട് ആലോചിച്ച് നോക്കിയേ. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെയും നിങ്ങളുടെയും ഒക്കെ അവകാശവാദം എന്താണ്? നമ്മൾ നബിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അറിയാതെ ഏതായാലും സ്നേഹം ഉണ്ടാവില്ലല്ലോ. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ നമ്മുടെ ഉമ്മമാരാണെങ്കിൽ ആ ഉമ്മമാരുടെ പേര് നമുക്കറിയോ? അവിടുത്തെ മക്കളുടെ പേര് എത്ര പേരുണ്ട്, അവരുടെ പേരുകൾ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്കറിയോ? ഞാൻ അറിയില്ലെന്നല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയും. പക്ഷെ അതൊക്കെ ചില ക്യാപ്സൂൾ അറിവുകൾ മാത്രമാണ്. നമ്മളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമുക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമാകുമോ? ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് കടക്കേണ്ടത്. മനസ്സിനോടാ ചോദിക്കേണ്ടത്. നമ്മുടെ മക്കളെക്കാളും റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് വരെ നമ്മൾ മുഅ്മിനാവൂല എന്നല്ലേ ഹദീസിന്റെ അർത്ഥമാ ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ കുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഇന്നാലിന്നതൊക്കെ പറ്റിയെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു തിക്കുമുട്ടുണ്ട്, ഒരു അസ്വസ്ഥത, ഒരു ബേജാറുണ്ട്, ഒരു പേടിയുണ്ട്. ഇരുന്നാൽ ഇരിക്കപ്പൊറുതി വരില്ല. എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഈ ലോകത്ത് അവമതിക്കപ്പെടുന്നു എന്ന് കാണുമ്പോ അങ്ങനെ ഒരു വേദന നമ്മുടെ മനസ്സിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നബിയെ നമ്മൾ എങ്ങനെയാ ഓർക്കാതിരിക്കുക? ഏത് രൂപത്തിൽ ഓർക്കണം എന്നുള്ളത് വേറെ. നബിനെ നമ്മൾ എങ്ങനെ ഓർക്കാതിരിക്കും? കാരണം റസൂലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മെ ഇത്രയധികം ഇഷ്ടമായിരുന്നു. നബി പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഇഖ്വാനുകളെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. എന്റെ ഇഖ്വാനുകളെ കാണാൻ, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് കൊതിയാകുന്നു. അപ്പൊ സഹാബികൾ ചോദിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖബറുടെ മഖബറ സന്ദർശിക്കാൻ പോവുകയാണ്, പള്ളിത്തൊടി. അങ്ങനെ അത് സന്ദർശിച്ചുകൊണ്ട് അവർക്കൊക്കെ സലാം പറയാണ്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ വുദിത്തു അന്നി ഖദ് റഅയ്തു ഇഖ്വാനനാ. അവർക്ക് സലാമൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നതിനിടയ്ക്ക് റസൂല് പറഞ്ഞു, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട്, മോഹമുണ്ട്. അപ്പൊ കൂടെയുള്ള സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലസ്നാ ബി ഇഖ്വാനിക്, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ? അപ്പൊ ഹബീബായ റസൂൽ എന്ത് പറഞ്ഞു എന്നറിയാം? ഖാല ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ അസ്ഹാബികളാണ്. എന്റെ വയഹ്വാനുനല്ലദീന ലം യഗ്തു ബഅദു, എന്റെ യഹ്വാനാരാ? അവർ വന്നില്ല, അവര് പിന്നാലെ വരുന്നവരാണ്. നമ്മെ കാണാതെ നമ്മെ സ്നേഹിച്ച ഹബീബായ റസൂല്, ആ റസൂലിന്റെ മനസ്സിൽ നമ്മളെപ്പോഴും ഉണ്ട്.
നമ്മുടെ മനസ്സിൽ റസൂലുണ്ടോ എന്നാലോചിച്ച് നോക്കിയേ. നമ്മുടെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ നമ്മുടെ ബാധ്യത റസൂലിനെ നമ്മൾ അറിയണം. നമ്മൾ പഠിച്ചതാണത്. റസൂലിന്റെ ചര്യയെ നമ്മൾ പിന്തുടരണം. എങ്ങനെ പിന്തുടരണം? സഹാബികൾ എങ്ങനെയായിരുന്നു എന്നറിയോ? സഹാബത്തിന്റെ ചരിത്രം ഞാൻ സൂചന തന്നുപോകാം. അവരോട് അല്ലാഹുവിന്റെ റസൂൽ ഒരു കൽപ്പന കൊടുത്താൽ പിന്നെ എന്ന് പറയുന്നൊരു വാക്കില്ല. അതാണ് നോക്കട്ടെ എന്ന് പറയുന്നൊരു വാക്കില്ല. നിങ്ങൾ ആലോചിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് പല ആളുകളും അറിയപ്പെടുന്ന കച്ചവടക്കാരാണ് എല്ലാരും. ആ കച്ചവടത്തിൽ തന്നെ മുന്തിയ കച്ചവടം എന്ന് പറയുന്നത് അന്നത്തെ പിന്നെ ഏറ്റവും വലിയ ഈ എന്താണ് നമ്മളെ കള്ള് വിൽപ്പനക്കാരുണ്ടെന്ന്. കള്ള് വിരോധിച്ചില്ലല്ലോ. അതെങ്ങനെ ഇന്നത്തെ ആനമയക്കികളൊന്നും ആവൂലല്ലോ അന്നത്തെ കള്ള് എന്ന് പറയുന്നത്. അത് വേറൊരു അവസ്ഥയാണ്. പക്ഷെ വലിയ വലിയ കച്ചവടക്കാരാ. അവരോട് ഖുർആൻ ചോദിച്ചൊരു ചോദ്യം മൂന്നാമത്തെ ഘട്ടത്തിൽ, ഇതിങ്ങനെയൊക്കെയാണ് ഫഹൽ അൻതും മുൻതഹൂൻ. ഒറ്റ വാക്ക്, അധികം സമയമില്ല. നിങ്ങൾ വിരമിക്കുന്നില്ലേ? ഒരൊറ്റ ചോദ്യ. ഈ വാക്ക് ഇറങ്ങിയ ഉടനെ നമുക്കറിയാവുന്നതുപോലെ ഒരു ചെറിയ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഈ വാക്ക് പഠിപ്പിച്ചു കൊടുത്ത് മദീനയുടെ തെരുവീതിയിലൂടെ ഈ വാക്ക് ചൊല്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ ഈ കച്ചവടക്കാർ അവരുടെ വീപ്പകൾ വരെ കൊത്തിപ്പൊളിച്ചിട്ട് മദീനയുടെ തെരുവീതിയിലൂടെ മദ്യത്തിന്റെ അരുവികൾ ഒഴുകിയിരുന്നു, നീർച്ചാലുകൾ ഒഴുകിപ്പോയിരുന്നു. എന്നുവെച്ചാൽ അത്രയും ഉണ്ടായിരുന്നു. എത്ര ലക്ഷങ്ങളുടെ മുതലുണ്ടാവും. ഏതായാലും നമ്മളിത് കൊണ്ടുവന്ന് വെച്ചില്ലേ, ഇതങ്ങോട്ട് വിൽക്കട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം. ഇല്ലല്ല, അങ്ങനെയാണ് പിന്തുടരുക എന്ന് പറഞ്ഞാൽ. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആളുകളാണ് അന്നത്തെ നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ നിസ്കാരത്തിന്റെ ക്രമം എങ്ങനെ അറിയാം? ആദ്യത്തിൽ ആണുങ്ങള്, രണ്ടാമത് കുട്ടികള്. സ്വപ്പ് ശരിയാക്കൽ അങ്ങനെ നേരെ ബാക്കില് സ്ത്രീകളാണ്. ഇന്നത്തെ പോലെ നമ്മൾ അങ്ങനെ വേറെ മറ തിരിച്ചിട്ടില്ല. നബിന്റെ പള്ളിയിൽ ഒരൊറ്റ നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശം, ഈ മക്കളും ആണുങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നതിന് ശേഷമേ നിങ്ങൾ അവിടെ നിന്ന് ഉയരാവുന്ന വെച്ചാൽ അത്ര ചെറിയ വസ്ത്രങ്ങൾ മാത്രമുള്ളവരായിരുന്നു ആ സഹാബത്ത്. അങ്ങനെയായിരുന്നു. അങ്ങനല്ലേ ചില ആളുകളൊക്കെ ഷഹീദാവുമ്പോ അവരുടെ തലമറച്ചാൽ കാലുമറയില്ല, കാലുമറച്ചാൽ തലമറയില്ല. അത്ര ദാരിദ്ര്യമുള്ള ആളുകളാണ്. അവരോടാണ് നിങ്ങളുടെ ശിരോവസ്ത്രം നിങ്ങളുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് താഴ്ത്തിയിടൂ എന്ന ഒരായത്തിറങ്ങിയ വേളയിൽ ഈ ആയത്തിൽ ഇശായിന് പഠിപ്പിച്ചു കൊടുത്തപ്പോ, നാളെ കട തുറന്നിട്ട് നമുക്ക് എവിടെന്നെങ്കിലും വാങ്ങിച്ചു തിന്നാന്നല്ല, ഉള്ള വസ്ത്രങ്ങളെ വെച്ച് നെയ്തെടുത്തിട്ട് ഹബീബായ റസൂലേ ഇങ്ങനെയല്ലേ അല്ലാഹു പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വന്ന് ചോദിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഒന്ന് ചേർത്ത് വായിക്കണം സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞത് ഇത് നബിയോടുള്ള ഔലവിയാത്തുകളിൽ വളരെ പ്രധാനമാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഈ ആയത്തുകൾ ഇങ്ങനെ ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൂടെ വായിക്കണം കേട്ടോ. അടുത്തത് ഒന്നെന്താ? ആ ചര്യ പിന്തുടരണം. ഓരോന്നോരോന്ന് എണ്ണിപ്പോകാം, നമുക്ക് ഓരോ പറഞ്ഞുതരാം. അടുത്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്തുകൾ ജീവിതത്തിൽ പുലർത്തുകയും അത് ദഅവത്ത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അൽ ഹിർസു അലാ തബ്ലീഇ സുന്നതിഹി വദ്ദഅവതു ഇലൈഹി. എന്താണ്? റസൂലിന്റെ സുന്നത്തിനെ തബ്ലീഗ് ചെയ്യാൻ ആഗ്രഹിക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്തിനെ എന്നാണ് ഉപയോഗിച്ചത്. നിങ്ങൾ നോക്കിയേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പ ഈ ലോകത്ത് നിന്ന് വഫാത്തായാൽ പിരിഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ള മക്കളെന്താ ആദ്യം ചെയ്യാം? ഉപ്പാന്റെ വസിയ്യത്തിൻ്റെതാണ്. ഈ വസിയ്യത്ത് നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഉപ്പാന്റെ മുതല്, ആ അനന്തരാവകാശ മുതല് വീതം വെക്കുമ്പോ ഉപ്പാന്റെ വസിയ്യത്തിൻ്റെതുണ്ട്. ആ വസിയ്യത്ത് മാറ്റിവെച്ചിട്ടല്ലേ മുതല് വീതം വെക്കുള്ളൂ. ആദ്യം ചെയ്യുന്നത് വസിയ്യത്ത് നടപ്പിലാക്കാനാണെങ്കിൽ, സ്നേഹമുള്ള മക്കൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നമ്മളോട് പറഞ്ഞ വാക്കുണ്ട്, ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗൈബ. ഈ ആദർശം, ഈ കലിമത്ത് നിങ്ങൾക്ക് ഞാനിതാ പൂർത്തീകരിച്ചു തന്നാണ് ഞാൻ പോകാൻ ഒരുങ്ങുന്നത്. ഇവിടെ സാക്ഷിയുള്ളവർ സാക്ഷിയില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇസ്ലാമിക പ്രബോധനം വിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാടുകളിൽ വളരെ പ്രധാനമാണ്. ഇത് ആരെങ്കിലും ഒരു വിഭാഗക്കാർ നടത്തേണ്ടതല്ല.
നാം ബാധ്യതപ്പെട്ടവരാണ്. ഗൗരവപ്പെട്ട ആലോചന ഈ ഭാഗത്ത് വേണം. നബിയുടെ ഈ വാക്കുകൾ ഏറ്റെടുത്ത് ലോകത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് യാത്ര ചെയ്ത സഹാബത്തുണ്ട്. പിൻഗാമികൾ അത് നിർവഹിച്ചിട്ടുണ്ട്. അവരുടെ യാത്ര നിങ്ങൾ നോക്ക്, നിങ്ങളുടെ കൂടെ വരണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിൽ വന്നപ്പോ മദീന പള്ളിയുടെ ഏറ്റവും അടുത്ത അയൽവാസി ആരറിയോ? അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. നബിക്ക് ആദ്യം ഭക്ഷണം കൊടുത്തയച്ചത് ഈ വീട്ടിൽ നിന്നാണ്. നബി പലപ്പോഴും ഒക്കെ ഭയങ്കര പ്രയാസം വരുമ്പോ ഈ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. അത്യാവശ്യം തരക്കടില്ലാത്ത ഒരു സമ്പന്നനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇദ്ദേഹം യാത്ര ചെയ്തിട്ട് മദീനത്തെ പള്ളിയുടെ തൊട്ട വീട്ടിലുള്ള ഇദ്ദേഹത്തിന്റെ ഖബറുള്ളത് ഇന്നത്തെ തുർക്കിയിലെ ഇസ്താംബൂളിലാണ്. ആലോചിച്ച് നോക്കണം, ലോകത്ത് 3 പള്ളികളാണല്ലോ പുണ്യം പ്രതീക്ഷിച്ച് ചെല്ലേണ്ടത്. ഒരു വക്ത് നമസ്കരിച്ചാൽ 1000 ഇരട്ടി പുണ്യമുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനങ്ങളിൽ ഒന്നാണ് മദീനത്തെ പള്ളി, മദീന മുനവ്വറ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട വീട്ടിൽ നിന്നാണ് യാത്ര ചെയ്തിട്ട് തുർക്കിയിൽ വെച്ച് മരണപ്പെടുന്നത്. പല സ്വഹാബികളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചത് എന്തറിയോ? അല്ലാഹുവേ, നീ ഇന്നെ അധികം ഇനി നീട്ടിവെക്കരുത്, എനിക്കിനി അധികം കഴിയില്ല റബ്ബേ, നീ എന്നെ അവഗണിക്കുകയും ചെയ്യരുത്, നീ എന്നെ തിരിച്ചു വിളിക്കുമ്പോ എനിക്ക് രക്തസാക്ഷിത്വം നൽകണം, ഈ മദീനയിൽ വെച്ച് തന്നെ എന്നെ മരിപ്പിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ച സഹാബികൾ ഉണ്ടെന്ന് പറയാനാ ഞാനിത് പറഞ്ഞത്. ഈ നാട് ഉപേക്ഷിച്ച് ഒരാളുടെ ഖബറ് ഇസ്താംബൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഇവിടെ സാക്ഷിയുള്ളവൻ ആർക്കെത്തിക്കണം? സാക്ഷിയില്ലാത്തവർക്ക്. ഇന്ത്യങ്ങളുടെയും ബാധ്യതയാണ് ഇത്. ദീന് പറഞ്ഞു കൊടുക്കണം. നമുക്ക് അറിയുന്ന ഭാഷയിൽ പറയാം. അതാ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയാം. ഒന്നാമത് പറയേണ്ടത് ഏതറിയോ? ആണ് ഇന്ത്യയുടെ ജീവിതം. കാരണം വേറൊരാള് നമ്മെ മനസ്സിലാക്കുക ഖുർആൻ ഓതിപ്പടിച്ചിട്ടും ഹദീസ് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടല്ലല്ലോ. ഇന്നത്തെ മുസ്ലിമീങ്ങളെ നോക്കിയിട്ടാണ് ഇസ്ലാം എന്താന്ന് മാലോകര് പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതം കൂടി ഒരു ദഅവത്താണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. നബിയോടുള്ള കടപ്പാടാണിത്. അടുത്തത് വേഗത്തിൽ പോവാണ്. മറ്റെന്തറിയോ? കസ്റത്തുസ് സ്വലാത്ത് അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. ഞാനിത് പറയുന്നത് നബിയുടെ പേര് കേൾക്കുമ്പോ കൂട്ടത്തിൽ ഒരാളുടെ പേര് കേൾക്കുന്ന പോലെ അന്തം വിട്ടിങ്ങനെ ഇരിക്കലല്ല. ആദരവും ബഹുമാനവും ആ വാക്കുകളിൽ വരണം. ആ ആദരവ് എന്താണ്? അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. നമ്മുടെയൊക്കെ പല ആളുകൾ കേൾക്കുമ്പോ ഇത് വേറെ ഏതൊക്കെ ആൾക്കാർ ചെല്ലേണ്ടതാണെന്ന് തോന്നിപ്പോകുന്ന ഒരു തോന്നൽ ഉണ്ട് എന്ന തികഞ്ഞ ബോധ്യത്തോടെയാണ് ഞാനത് പറയുന്നത്. ഹബീബായ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലാൻ ഒരു മടിയും നമുക്ക് തോന്നരുത്. അല്ലാഹ് എന്താ പറഞ്ഞറിയാം? ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു പ്രവാചകരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മലായികത്ത് ആ അനുഗ്രഹം ചൊരിയാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുന്നുണ്ട്. വിശ്വാസികളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ നിങ്ങൾ സ്വലാത്തിനും സലാമിനും വേണ്ടി ചോദിക്കണം. അല്ലാഹ് പറയാണ് സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എന്ത് പറഞ്ഞറിയോ? മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ. എന്റെ മേൽ ഒരാള് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അല്ലാഹു 10 സ്വലാത്ത് നൽകും, 10 അനുഗ്രഹങ്ങൾ നൽകും. ഈ അനുഗ്രഹങ്ങളെ തഫ്സീറിന്റെ ഉലമാ അഥവാ മുഹദ്ദിസീങ്ങൾ 1 by 1 ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. ഏതായാലും 10 നന്മയാണ് നമുക്ക് കിട്ടുക. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ, നബിയുടെ പേര് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോഴും പറയണം, അല്ലാത്തപ്പോഴും അത് പറയണം. സ്വലാത്ത് ചൊല്ലണം. അതിൽ കുറവ് വരാൻ പാടില്ല. അത് ഏതെങ്കിലും ആൾക്കാർക്ക് കൊടുക്കേണ്ടതല്ല, നമ്മൾക്ക് വേണ്ടതാ. നിങ്ങൾ നോക്കിയേ, നമ്മൾ നടത്തുന്ന ഒരു ദുആ അല്ലാഹു ഖബൂൽ ചെയ്യണമെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആദ്യത്തിലോ അവസാനത്തിലോ
ഹംദും സ്വലാത്തും ഇല്ല എങ്കിൽ അല്ലാഹു കബൂൽ ചെയ്യൂല. നേരെ കേൾക്കണേ, അശ്രദ്ധയിൽ കേൾക്കരുത്. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യാൻ ദീന് വെച്ച നിബന്ധനയാണ്. ആദ്യത്തിലോ അവസാനത്തിലോ ഹംദും സ്വലാത്തും വേണം. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞെന്നറിയാം? ഇത് ആകാശത്തിനും ഭൂമിക്ക് ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും, നമ്മുടെ റെക്കോർഡിൽ അങ്ങോട്ട് എത്തൂലാന്ന്. നോക്ക്, നമ്മൾ നമ്മുടെ നിസ്കാരത്തില് നമുക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഏതാ അറിയാം? അതാണല്ലോ അത്തഹിയ്യാത്തിന് ശേഷമുള്ള പ്രാർത്ഥന. അവസാനത്തിൽ അത്തഹിയ്യാത്ത് ഹംദാണ്, പിന്നുള്ളതാണ് ഏത്? സ്വലാത്ത്. ഇത് രണ്ടും ചൊല്ലിയിട്ടിന് ശേഷമാണ് നീ എന്നോട് ചോദിച്ചോ ഞാൻ തരാം. എന്നിട്ടാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക തുടങ്ങിയിട്ട് വേറെ കുറെ പ്രാർത്ഥന. ഒരാൾക്ക് നമ്മൾ അവസാനമായി നൽകുന്ന യാത്ര എപ്പാണല്ലോ? ജനാസ നമസ്കാരം. ആ ജനാസ നമസ്കാരത്തിലെ 3-ാമത്തെയും 4-ാമത്തെയും തക്ബീറിലാണ് നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്നത്. 1-ാമത്തെ തക്ബീറിൽ ഫാത്തിഹ, അത് ഹംദാണ്. 2-ാമത്തെ തക്ബീറിൽ സ്വലാത്ത്, ഇബ്രാഹിമി സ്വലാത്ത്, നമ്മൾ അത് ചൊല്ലുന്നു. ഹംദും കഴിഞ്ഞു, സ്വലാത്തും കഴിഞ്ഞു. ഇനി എന്നോട് ചോദിച്ചോ ഞാൻ നിനക്ക് തരാം. സഹോദരങ്ങളെ, നീട്ടി പറയല്ല, ഞാൻ അതിന്റെ സൂചനയും ഗൗരവവുമാണ് പറഞ്ഞത്. ഹബീബായ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുമ്പോഴും വേണം, അല്ലാത്തപ്പോഴും ഒക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ആ നാമം ഉണ്ടാകണം. ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹുവും റസൂലും ഒഴിഞ്ഞു നിൽക്കുന്നില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മുജാനിബത്തുൽ ബിദ്അ. ബിദ്അത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഞാൻ വിശദീകരിക്കല്ല, നമ്മൾ പലതും ചെയ്യുന്നുണ്ടാവും. ഈ ചെയ്യുന്ന പലതും എന്തറിയോ? ഇഖ്ലാസിന്റെ പേരിലും ആവും. നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പലതൊക്കെ ചെയ്യുക. പല ആളുകളും ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഒരു കാര്യം ദീനിൽ ശരിയാവണമെങ്കിൽ അതിന് 2 നിബന്ധനകളുണ്ട്. അലി ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇഖ്ലാസുഹു വഅസ്വബുഹു. ഒന്ന് അഖ്ലസുഹു വഅസ്വബുഹു, ഒന്ന് നിയ്യത്ത് ശരിയാവണം. 2 അസ്വബുഹു, നമ്മുടെ നിയ്യത്ത് ശരിയാവണം. 2-ാമത്തത് അയ്യകൂന അല സുന്ന. അതാണ് ഇതിന്റെ ഇഖ്ലാസ് എന്ന് പറയുന്നത്. കൂടെ അതിന്റെ ഏറ്റവും ശരിയായ വഴി എന്താണ്? അത് സുന്നത്ത് അനുസരിച്ചായിരിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എളുപ്പം നോക്കേണ്ട അറിയോ? ഹബീബായ റസൂലിന്റെ സുന്നത്തിൽ ഇതുണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? ഉണ്ടെങ്കിലൊക്കെ, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുണ്യപ്രവർത്തനവും നമ്മെ പഠിപ്പിക്കാതെ പോയിട്ടില്ല. നേരെ പഠിക്കണം, അടിവരയിട്ട് മനസ്സിലാക്കണം. ഒരു നന്മയും നമ്മളെ പഠിപ്പിക്കാതെ പോയിട്ടില്ല. ഒരു തിന്മയും നമ്മെ ഓർമ്മപ്പെടുത്താതെ പോയിട്ടില്ല. ഇനി നമ്മുടെ വക എക്സ്ട്രാ ഇങ്ങോട്ട് അഡീഷണൽ ആയി വരുന്നുണ്ടെങ്കിൽ ആ ഹബീബായ റസൂല് ദീനിൽ വഞ്ചന കാണിച്ചു എന്നായിരിക്കും അതിന്റെ അർത്ഥം. അതുകൊണ്ട് ബിദ്അത്തുകൾ എന്ന് പറയുന്നത് പ്രവാചകത്വത്തെ നിഷേധിക്കലാണ് എന്ന ഗൗരവത്തോടുകൂടിയുള്ള വായന പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വരിക. അപ്പണ്ട് സഹാബികളുണ്ട്, താബീങ്ങളൊക്കെ പാടെ കൂടിയിട്ട് കല്ല് പിടിച്ചിങ്ങനെ കൈ പിടിച്ചിട്ട് വലിയ ശബ്ദത്തിൽ ദിക്റും സ്വലാത്തും ചൊല്ലിയാണ്. ഇതെന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞങ്ങൾ ദിക്ർ എടുക്കല്ലേ എന്ന്. ആ പണി ദിക്ർ വേണ്ട, എണിച്ചു പോകുന്നു പറഞ്ഞു. പള്ളിന്ന് പോലെ പുറത്താക്കി. ദിക്ർ ചെല്ലൽ നല്ലതല്ലേ, പക്ഷെ ഹബീബായ റസൂലിന്റെ സുന്നത്ത് അതിലില്ല എങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ്. അടുത്തത് വളരെ പ്രധാനം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ലപോലെ. അടുത്തത് മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ നേരമുള്ള സഹോദരങ്ങളെ, ഹബീബായ റസൂലിനെ സ്നേഹിക്കുക. സ്നേഹം നേരത്തെ നമ്മൾ എണ്ണുന്നതെല്ലാം സ്നേഹമാണ്. അതല്ലാത്ത സ്നേഹമുണ്ടല്ലോ, അൽ മഹബ്ബത്തു ലാ തുഹദ്. ഇമാം ഇബ്നുൽ ഖയ്യിം, അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തറിയോ? സ്നേഹം അതിന് പരിധിയില്ല. ഭാഷയിൽ നിർവചിക്കാൻ സാധിക്കാത്ത ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. റസൂല് എന്ന പേര് കേൾക്കുമ്പോ മനസ്സിലും കണ്ണിലും നനവ് ഇങ്ങനെ വരണം. പരിശോധിക്കണം പ്രിയരെ, അത് നമ്മുടെ ഈമാനിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കണം. അത് പറയണമെന്നറിയോ? നിങ്ങൾ ശാന്തായി ഇരുന്നിങ്ങനെ കേൾക്കണം. നബിനെ കുറിച്ച്, നബിന്റെ ശമായിലുകള്, നബിന്റെ ചര്യകള്, നബിന്റെ ശരീരം എങ്ങനെയാണ്, നബിന്റെ ശീലങ്ങൾ എങ്ങനെയാണ്, ദിനചര്യകൾ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ വായിച്ചണ്ടല്ലോ.
നമുക്ക് നബിനെങ്ങനെ കണ്ണോട് ഇങ്ങനെ കാണാൻ തോന്നും. സത്യ നബിനെങ്ങനെ കാണാൻ ഇങ്ങനെ തോന്നും. അത് പറയാൻ നമുക്ക് നേരല്ല. 4 ഖുതുബയിൽ കൂടി പറഞ്ഞാൽ പോലും അവിടുത്തെ ശമായിലുകൾ തീരൂല സഹോദരങ്ങളെ. അങ്ങനെ നബിയെ സ്നേഹിച്ചവരല്ലേ സഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓർക്കുമ്പോഴേക്ക് അവരുടെ മനസ്സെങ്ങനെയാവും അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, കഥ പറയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹിജ്റക്ക് റസൂലുള്ളാഹിന്റെ കൂടെ പോകാൻ അനുമതി കിട്ടി എന്നറിഞ്ഞപ്പോ അദ്ദേഹം ഉറക്കെടുത്ത് കരഞ്ഞുപോയി. അവിടുത്തെ മകള് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, നബിന്റെ ഭാര്യ പറയാണ്, സന്തോഷം കൊണ്ടൊരാള് കരയുന്നത് ഞാൻ ജീവിതത്തിന്റെ എപ്പ കരയണത് പോലെ ഞാൻ വേറൊരാള് കരയുന്നത് കണ്ടില്ല. നബിന്റെ കൂടെ ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കാൻ സമയം കിട്ടുന്നു എന്ന് പറയുമ്പോ, പോകാൻ സമയം കിട്ടുക, അവസരം കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായി കണ്ടവരായിരുന്നവര്. ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്ന കിംവദന്തി വന്നപ്പോഴല്ലേ ഉമ്മു അമ്മാറ ഓടുക എവിടേക്ക്? രണാങ്കണത്തിലേക്ക്. നബിക്ക് എന്തേലും പറ്റിയോ? ഐന ഹബീബി ഹത്താ അൻദുറൈലൈ എന്ന് പറഞ്ഞിട്ടാ ഓടുന്നത്. വഴിയിൽ ചോദിക്കുകയാണ്. അപ്പോഴാ പറഞ്ഞത്, ഉപ്പ ഷഹീദായിട്ടോ, മകൻ ഷഹീദായിട്ടോ, നിങ്ങളുടെ പ്രിയതമനും ഷഹീദായിട്ടോ. ചരിത്രം പറയുന്നിടത്ത് കാണാൻ പ്രിയരെ, ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു എന്ന വാർത്ത എറിഞ്ഞപ്പോ ഒരു സെക്കൻഡ് ഇങ്ങനെ നീതേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്ക് ചൊല്ലിയിട്ട്, ഇന്റെ ഹബീബായ റസൂൽ ഐന ഹബീബി ഹത്താ അൻദുറൈലൈ, മുത്തുനബിക്ക് എന്തേ പറ്റി? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, എനിക്ക് റസൂലിനെ കാണണം, എനിക്ക് റസൂലിനെ കാണണം. റസൂൽ ഇരിക്കുന്ന ആ ടെന്റിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് അവര്. അങ്ങനെ ഓടിച്ചെല്ലുന്നിട്ട് റസൂൽ എവിടെയെന്ന് ചോദിക്കുക. ശബ്ദം കേട്ട് റസൂൽ ചോദിച്ചു, അവരെ വിടുമെന്ന് പറഞ്ഞു. സലാം പറഞ്ഞിട്ട് പോകുമ്പോ പറയണമെന്നറിയാമോ? പ്രവാചകരെ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, അങ്ങേക്കൊന്നും സംഭവിക്കരുത്, അങ്ങേക്കൊന്നും സംഭവിക്കരുത്, അല്ലാതെ എന്ത് വന്നാലും അത് പ്രശ്നമല്ല റസൂലേ എന്ന്. പ്രിയരെ, ആ നബിയെ നമ്മളും സ്നേഹിക്കണ്ടേ? റസൂലിനോട് ഉള്ള സ്നേഹം എന്നത് വൈകാരികമായ ഒരു അവസ്ഥയാണ്. അത് പ്രകടനപരതയല്ല, നാട്ടുകാരെ കാണിക്കലല്ല, ഒരു ഫീലിംഗ് വരണം. നമുക്ക് പ്രയാസം വരുമോ എന്ന് സങ്കടപ്പെട്ട് നമുക്ക് വേണ്ടി വേദനിച്ച ഒരു റസൂല്, നമ്മളെ കാണാൻ കൊതിച്ച റസൂല്, മരണസമയത്ത് നമ്മയുടെ ആശങ്കകളെ കുറിച്ച് പങ്കുവച്ച റസൂല്. ആ റസൂലിന്റെ വഫാത്തിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണും. നബിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്ക് എനിക്കെന്റെ സങ്കടം തീരൂല, ആ സങ്കടം തീരൂല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നബിന്റെ ഖബറടക്കം കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വരിക, റസൂലിനെ മറവ് ചെയ്തിട്ട് ആ ഖബറിൽ വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊക്കെ കല്ലിട്ട് മൂടി ഒരു പിടി മണ്ണ് വാരിയിട്ട് വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി, ശക്തി കിട്ടിയോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് പോയെങ്കിലും മനസ്സിൽ നിന്ന് പോവാതെ സ്നേഹവും ആദരവും കൊണ്ട് ഞാനും നിങ്ങൾ നടക്കണം. ഈ ലോകത്ത് നിന്ന് കണ്ടുമുട്ടാൻ നമുക്ക് കഴിയാത്ത സങ്കടം പരലോകത്ത് നിന്ന് ആ റസൂലിനെ കാണാൻ കഴിയുന്നതിൽ കൊണ്ടെത്തിക്കണം. അവിടുന്ന് നമുക്ക് കണ്ടുമുട്ടണം, അതിന് സാധിക്കണം. അതിനൊരുങ്ങേണ്ടത് നമ്മൾ ഓരോരുത്തരുവാ. അങ്ങാടിയിൽ കാണുന്നതല്ല നബി സ്നേഹമെന്നത്. നമ്മൾ വായിച്ചെടുക്കണം, സ്വന്തത്തോട് ചോദിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ നമുക്ക് പിന്നീട് നമുക്കത് പഠിക്കാം. അറിയാത്തതല്ല ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മുടെ ഒരു ശ്വാസം കൊണ്ട് പോലും മുത്തുനബിയെ നമ്മൾ വേദനിപ്പിക്കരുത്. ഇതെല്ലാം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ സഹവാസം ലഭിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ പടച്ചറപ്പ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ
وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നാളെ നമ്മുടെ പള്ളിയിൽ സാധാരണ രണ്ടാം ശനിയാഴ്ചകളിൽ നടക്കുന്ന വനിതകൾക്കുള്ള ക്ലാസ് ഉണ്ട്. നമ്മുടെ സഹോദരിമാരെ അതിന് പ്രത്യേകം ഉണർത്തണം, എല്ലാവരും പങ്കെടുക്കണം. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഇന്ന് ഒരു പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ മുസ്ലിം പേഴ്സണൽ ബോർഡ് മുസ്ലിമീങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 2-3 സംഗതികളുണ്ട്. രാജ്യത്തെ ഭരണകൂടങ്ങൾ നടത്തുന്ന പല അസ്വസ്ഥതകളും അത് ക്രമേണ കടന്നു വരുമ്പോൾ അതിന്റെ ആഴവും അതിന്റെ പരപ്പും അതിന്റെ വേദനകളൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖാണ് എല്ലാറ്റിലും വലുത്. ആ തൗഫീഖ് നമുക്ക് കിട്ടണം. ആ തൗഫീഖിന് വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, നമുക്ക് അന്നം നൽകുന്ന, നമ്മളെ നമ്മളാക്കിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ ഇസ്സത്തുകളെല്ലാം നിലനിൽക്കുന്ന രാജ്യങ്ങൾ അസ്വസ്ഥതപ്പെടുത്താൻ സയനിസ്റ്റ് ഭീകരതകൾ അതിന്റെ എല്ലാ വഴികളും ഒരു ഭാഗത്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പിഞ്ചുമക്കളടക്കം നമ്മുടെ സഹോദരങ്ങൾ അവരിങ്ങനെ വേദനിച്ച് പട്ടിണി കിടന്ന് അസ്വസ്ഥതപ്പെട്ട് ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാധിക്കാവുന്ന വഴികളെല്ലാം തേടിക്കൊണ്ടിരിക്കുമ്പോഴും ചിലതൊക്കെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ കരുത്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഓരോ നമസ്കാരങ്ങളിലും പ്രധാനപ്പെട്ട വേളകളിലൊക്കെ ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഓർക്കണം. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഇതെല്ലാം ഓർക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാ നിലക്കുള്ള ഇസ്സത്ത് തന്ന് അഭിമാനപൂർവ്വം ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മളെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. നമ്മെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മത്തിനെ, നമുക്ക് ആശ്വാസം തരുന്ന രാജ്യങ്ങളെ എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകല മുസീബത്തുകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും കാത്തുരക്ഷിച്ച് ഇസ്സത്തോടെ തലയെടുപ്പോടെ നിലനിൽക്കാനുള്ള തൗഫീഖ് തന്നു, അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ മുന്നേറാനുള്ള തൗഫീഖ് തന്ന് അവൻ നമ്മെ തുണക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ബിദ്അത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടിക്കുന്നത് ബിദ്അത്ത് ചെയ്തവരെയാണ്. അത്തരത്തിലുള്ള എല്ലാ ബിദ്അത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചവൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ആഫിയത്തുള്ള ജീവിതം അവർ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോട് ഒന്നിച്ചു ചേരാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് സൗഭാഗ്യവും ആഫിയത്തും കുളിർമയും തന്നുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാറ്റിലും ഉപരി സകല മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാ നിലക്കും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ പ്രാർത്ഥന അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين اللهم دمر أعداء الإسلام والمسلمين يا الله اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء يا رب العالمين اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة كلها
وعذاب القبر وعذاب النار اللهم حسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.